സ്പൈഡർ നുവയർ സീരീസിൻ്റെ ഭാഗത്തുനിന്ന് പുതിയൊരു ടീസർ വന്നിട്ടുണ്ട്. സിൽവർ മാനി, അതുപോലെ ടോം സ്റ്റൺ, സാൻഡ്മാൻ തുടങ്ങിയവരുടെ പുതിയ ലുക്കുകൾ ഈ ഒരു ടീസറിൽ റിവീൽ ചെയ്തിട്ടുണ്ട്. മെയ് 27-നാണ് ഈ ഒരു സീരീസ് സ്ട്രീമിംഗ് ചെയ്യുന്നത്. DC-യുടെ ക്ലാഫേഴ്സ് സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. കോമിക്സിൽ ബാസിൽ കാർലോ എന്ന ആക്ടർ ഒരു രാസപദാർത്ഥത്തിൽ വീണാണ് ക്ലാഫേഴ്സ് ആയിട്ട് മാറുന്നത്. സിനിമയിലേക്ക് വന്നപ്പോൾ മാറ്റ് ഹെയ്ഗൻ എന്നാണ് ഈ ഒരു ആക്ടറിൻ്റെ പേര് മാറ്റിയിരിക്കുന്നത്. അതുപോലെ ഇതൊരു പക്ക ഹൊറർ ത്രില്ലർ സിനിമയായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ജെയിംസ് ഗണ്ണിൻ്റെ DC യൂണിവേഴ്സിൽ ഇത്തിരി ഡാർക്ക് മോഡിൽ വരുന്ന സിനിമ കൂടിയാണിത്. DC കോമിക്സിൽ ബാറ്റ്മാൻ്റെ മെയിൻ വില്ലനായിട്ടാണ് ഈ ഒരു ക്യാരക്ടർ വരുന്നത്. അതുപോലെ DC-യുടെ ക്രീച്ചർ കമാൻഡോസ് എന്ന ആനിമേറ്റഡ് സീരീസിൽ ക്ലൈഫേഴ്സ് വന്നു പോകുന്നുണ്ട്. പുതിയ DC-യുടെ സൂപ്പർമാൻ സിനിമയുടെ ടൈം ലൈനിന് മുൻപായിട്ടാണ് ക്ലൈഫേഴ്സിൻ്റെ കഥ നടക്കുന്നതെന്ന് ജെയിംസ് ഗണ്ണ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സിനിമയിൽ ബാറ്റ്മാൻ്റെ റെഫറൻസുകൾ ഉണ്ടാകുമെന്ന് കാത്തിരുന്നതിന് കാണാം. ഈ വർഷം ഒക്ടോബർ മാസത്തിലാണ് ക്ലൈഫേഴ്സ് സിനിമ റിലീസിനെത്തുന്നത്. കളങ്കാവൽ സിനിമയുടെ ഡയറക്ടറായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ജയസൂര്യ ചിത്രമായ മായൻ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സിനിമ 2 ഭാഗങ്ങളിലാണ് പുറത്തു വരുന്നത്. മാജിക് മൂൺ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ രാജീവ് ഗോവിന്ദനാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ഒരു സിനിമ ബ്ലാക്ക് മാജിക്കും കറുത്തച്ഛൻ ഊട്ടൊക്കെയാണ് പ്രമേയമാക്കുന്നത്. മെയ് 1-ന് ആടത്തൊരു സിനിമ OTT റിലീസ് ചെയ്യുന്നുണ്ട്. C5-ലൂടെയാണ് സിനിമയുടെ OTT റിലീസ്. ഭരതനാട്യം സിനിമയുടെ 2ാം ഭാഗമായ മോഹിനിയാട്ടം ഇതുവരെ 28 കോടിയോളം രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയിരിക്കുന്നത്. സിനിമയ്ക്ക് നല്ലൊരു ഹോൾഡ് തന്നെയാണ് ബോക്സ് ഓഫീസിൽ കാണുന്നത്. ദിലീപ് ജഗൻ ഷാജി കൈലാസ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. സിനിമയുടെ ടൈറ്റിൽ നീക്കം എന്നാണ്.